പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധ നയങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകി ചൈന രംഗത്തെത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾക്ക് 100% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെ ചൈന ഇന്ത്യക്ക് അനുകൂലമായ ഒരു പ്രഖ്യാപനം നടത്തി. നിലവിൽ 30% ഇന്ത്യൻ മരുന്നുകളുടെ ഇറക്കുമതി തീരുവ 0 കുറച്ചുകൊണ്ടാണ് ചൈന ട്രംപിന് തലവേദന സൃഷ്ടിച്ചത്. ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ട്രംപിന്റെ പുതിയ നയം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. കഴിഞ്ഞ വർഷം 81,574 കോടി രൂപയുടെ മരുന്നുകളാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത്. എന്നാൽ പുതിയ ഇറക്കുമതി തീരുവ നിലവിൽ വന്നതോടെ ഇന്ത്യൻ മരുന്നുകളുടെ വില അമേരിക്കൻ വിപണിയിൽ കുത്തനെ ഉയരുകയും തൽഫലമായി ഇന്ത്യൻ മരുന്ന് കമ്പനികൾക്ക് US വിപണി പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി അമേരിക്കൻ ഉൽപ്പന്ന യൂണിറ്റുകൾ സ്ഥാപിക്കുന്ന കമ്പനികൾക്ക് ഇറക്കുമതി തീരുവയിൽ ഇളവ് നൽകുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അമേരിക്കയിലെ ഉയർന്ന ഉൽപാദന ചെലവും തൊഴിലാളികൾക്ക് ഉയർന്ന ശമ്പളം നൽകേണ്ടി വരുന്നതും കാരണം ഈ നിർദ്ദേശം ഇന്ത്യൻ കമ്പനികൾക്ക് പ്രായോഗികമായിരുന്നില്ല. ഇന്ത്യൻ മരുന്ന് നിർമ്മാതാക്കൾ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ചൈനയുടെ നിർണായകമായ പ്രഖ്യാപനം വരുന്നത്. ഇറക്കുമതി തീരുവ 0 കുറച്ചുകൊണ്ട് ചൈനയുടെ വലിയ വിപണി ഇന്ത്യക്ക് തുറന്നു നൽകാൻ അവർ തയ്യാറായി. ഈ നീക്കം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. ഇത് അമേരിക്കൻ വിപണിയിലെ നഷ്ടം ഒരു പരിധിവരെ നികത്താൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ സാമ്പത്തിക നീക്കം കേവലം ഒരു വ്യാപാര തീരുമാനത്തിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് ഇത് ആഗോള രാഷ്ട്രീയത്തിലെ പുതു ചേരിതിരിവുകളുടെ സൂചന കൂടിയാണ്. അടുത്തിടെ ചൈനയിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പങ്കെടുത്തത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഈ ഉച്ചകോടിയിൽ നടന്ന ചർച്ചകൾ അമേരിക്കൻ താൽപര്യങ്ങൾക്കെതിരെ പുതിയൊരു സഖ്യം രൂപപ്പെടുന്നതിന്റെ സൂചന നൽകിയിരുന്നു. ചൈനയുടെ ഈ നീക്കം ആ സഖ്യത്തിന്റെ സാമ്പത്തികവും രാഷ്ട്രീയമായ സഹകരണത്തിന്റെ തുടർച്ചയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ചൈനയുടെ ഈ നീക്കം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ട്രംപിന്റെ നയങ്ങൾ ഇന്ത്യയെ ഒറ്റപ്പെടുത്താനും സാമ്പത്തികമായി ദുർബലപ്പെടുത്താനും ലക്ഷ്യമിട്ടതാണെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ചൈനയുടെ സഹായം ഇന്ത്യക്ക് ഒരു ബദൽ മാർഗം നൽകുകയും ഒരു രാജ്യം മാത്രം ആശ്രയിക്കേണ്ടതില്ലെന്ന് തെളിയിക്കുകയും ചെയ്തു. ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കും. ഇനി മുതൽ അമേരിക്കയുമായും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായും വ്യാപാര കരാറുകൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ നിലപാടെടുക്കാനും സാധിക്കും. അതുപോലെ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിലും ഈ തീരുമാനം സ്വാധീനം ചെലുത്തിയേക്കാം. ഉയർന്ന നിലവാരമുള്ളതും എന്നാൽ കുറഞ്ഞ വിലയുള്ളതുമായ ഇന്ത്യൻ മരുന്നുകൾ ചൈനീസ് വിപണിയിൽ എത്തുന്നതോടെ അവിടുത്തെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. ഇത് ചൈനീസ് സർക്കാരിനും ഗുണം ചെയ്യും. ഇസ്രായേൽ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധം കാരണം ലോക രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടുപോയ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം ഒരു വലിയ തിരിച്ചടിയാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ പലപ്പോഴും അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ സംഭവം വീണ്ടും തെളിയിക്കുന്നു. പുതിയ ലോകക്രമത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കേവലം സാമ്പത്തിക ഇടപാടുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇത് രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായ വലിയ നീക്കങ്ങളുടെ ഭാഗമാണ്. ഈ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ അവസരം കൂടിയാണ്. ലോകത്തിലെ പ്രമുഖ ശക്തികളുമായി സന്തുലിതമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് ഇത് അവസരം നൽകുന്നു. ട്രംപിനെ പോലുള്ള ഒരു നേതാവ് ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടെടുത്തപ്പോൾ അതിന് ബദലായി മറ്റൊരു പ്രധാന ശക്തിയെ ഇന്ത്യക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ നയം ഒരു സാമ്പത്തിക തീരുമാനം എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. ഇത് ലോകത്ത് കൂടുതൽ ബഹുമുഖമായ ഒരു വ്യവസ്ഥിതിക്കും വഴിയൊരുക്കും. അതായത് ലോകത്ത് ഒറ്റ ശക്തിക്ക് മാത്രം ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു പുതിയ കാലഘട്ടത്തിന് ഇത് തുടക്കം കുറിക്കുന്നു. ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ ഭാവിയെയും ആഗോള രാഷ്ട്രീയത്തിലെ അതിന്റെ സ്ഥാനത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.